പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: നിനവേ എന്ന് തുടങ്ങുന്ന ബൈബിളിലെ പുസ്തകം ഏത്? ഉത്തരം നഹൂം. നഹൂം 1:1. ക്വസ്റ്റ്യൻ: പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ അദ്ധ്യായം? ഉത്തരം ലൂക്കോസ് 1-ാം അദ്ധ്യായം, 80 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: മിസ്രയീം ദേശത്തെ മൂടിയ ബാധ ഏതാണ്? ഉത്തരം തവള. പുറപ്പാട് 8:6. ക്വസ്റ്റ്യൻ: ഏത് ഗോത്രത്തിന്റെ അവകാശമാണ് ബെത്ലഹേം? ഉത്തരം സെബൂലൂൻ. യോശുവ 19:15-16 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: എഗ്ലോന്റെ ഭൃത്യന്മാർ അവനെ കാത്തിരുന്ന സമയം കൊണ്ട് ഏഹൂദ് ഓടിയെത്തിയ സ്ഥലമേത്? ഉത്തരം സെയീര. ന്യായാധിപന്മാർ 3:26. ക്വസ്റ്റ്യൻ: ബൈബിളിൽ പേര് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ മോഷ്ടാവ് റാഹേൽ ആണ്. എന്നാൽ പേര് രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ടാമത്തെ മോഷ്ടാവ് ആര്? ഉത്തരം ആഖാൻ. യോശുവ 7:20-22 വരെ. ക്വസ്റ്റ്യൻ: പുതിയ നിയമത്തിൽ എത്ര പുസ്തകങ്ങളുടെ പേരുകളോട് കൂടിയാണ് 1, 2, 3 ഇവയിലൊന്ന് കാണപ്പെടുന്നത്? ഉത്തരം 11 പുസ്തകങ്ങൾ. 1-2 കൊരിന്ത്യർ, 1-2 തെസ്സലോനിക്കർ, 1-2 തിമോഥെയോസ്, 1-2 പത്രോസ്, 1-2-3 യോഹന്നാൻ. ക്വസ്റ്റ്യൻ: ബൈബിളിൽ ആദ്യം ക്ഷൗരം ചെയ്തതായി പറഞ്ഞിരിക്കുന്നത് യോസേഫിനെ ആണ്. എന്നാൽ രണ്ടാമത് ക്ഷൗരം ചെയ്തതായി പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം ശിംശോൻ. ന്യായാധിപന്മാർ 16:17-19 വരെ. ക്വസ്റ്റ്യൻ: യഹോവ തന്റെ ആത്മാവിനെ പകരുമ്പോൾ സ്വപ്നങ്ങളെ കാണുന്നത് ആര്? ഉത്തരം വൃദ്ധന്മാർ. യോവേൽ 2:28. ക്വസ്റ്റ്യൻ: വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചവൻ ആര്? ഉത്തരം ഫിലേമോൻ. ഫിലേമോൻ 1:7. ക്വസ്റ്റ്യൻ: പൗലോസിനെ പലപ്പോഴും തണുപ്പിച്ചവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം ഒനേസിഫൊരോസ്. 2 തിമോഥെയോസ് 1:16. ക്വസ്റ്റ്യൻ: ഒരേ പേരിലുള്ള ഭാര്യയും സഹോദരിയും ഉണ്ടായിരുന്നത് ആർക്കാണ്? പേരെന്ത്? ഉത്തരം ദാവീദിന്. അബീഗയിൽ. 1 ദിനവൃത്താന്തം 2:16, 3:1. ക്വസ്റ്റ്യൻ: യഹോവ ഒരു വ്യക്തിയെ പന്തുപോലെ ഉരുട്ടിക്കളയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെ? ഉത്തരം ശെബ്നയെ. യെശയ്യാവ് 22:18. ക്വസ്റ്റ്യൻ: വീഴ്ചയുടെ മുന്നോടി എന്ത്? ഉത്തരം ഉന്നതഭാവം. സദൃശവാക്യങ്ങൾ 16:18. ക്വസ്റ്റ്യൻ: നാം ധരിക്കേണ്ട ആയുധവർഗം എന്ത്? ഉത്തരം വെളിച്ചത്തിന്റെ ആയുധവർഗം. റോമർ 13:12. ക്വസ്റ്റ്യൻ: താനെ ചത്തതിനെ ആർക്കാണ് വിൽക്കേണ്ടത്? ഉത്തരം അന്യജാതിക്കാരന്. ആവർത്തന പുസ്തകം 14:21. ക്വസ്റ്റ്യൻ: കനാൻ ദേശത്തു നിന്നും അബ്രഹാം കൂടാരം നീക്കി വന്നു പാർത്തത് എവിടെ? ഉത്തരം ഹെബ്രോനിൽ, മമ്രേയുടെ തോപ്പിൽ. ഉൽപ്പത്തി 13:18. ക്വസ്റ്റ്യൻ: അവൾ സുമുഖിയായിരുന്നു. ആര്? ഉത്തരം വസ്തി. എസ്തേർ 1:11.
ക്വസ്റ്റ്യൻ പ്രബോധനം ത്യജിക്കുന്നവന് ലഭിക്കുന്ന 2 കാര്യങ്ങൾ. ഉത്തരം ദാരിദ്ര്യവും ലജ്ജയും. സദൃശവാക്യങ്ങൾ 13:18. ക്വസ്റ്റ്യൻ ഹൃദയം ഇരിക്കുന്നത് എവിടെ? ഉത്തരം നിക്ഷേപമുള്ളയിടത്ത്. ലൂക്കോസ് 12:34. ക്വസ്റ്റ്യൻ വിടുവായൻ നീതിമാനായിരിക്കുമോ? ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം സോഫർ. ഇയ്യോബ് 11:2. ക്വസ്റ്റ്യൻ ശക്തനായ ഒരു ദൂതൻ സമുദ്രത്തിൽ എറിഞ്ഞത് എന്താണ്? ഉത്തരം തിരിക്കല്ലോളം വലുതായ ഒരു കല്ല്. വെളിപ്പാട് 18:21. ക്വസ്റ്റ്യൻ സ്വന്തം മക്കളുടെ മൃതശരീരത്തിന് കാവൽ ഇരിക്കേണ്ടി വന്ന മാതാവ് ആര്? ഉത്തരം റിസ്പ. 2 ശമൂവേൽ 21:8-10 ക്വസ്റ്റ്യൻ ഒറ്റുനോക്കുവാൻ പോയവർ കൊണ്ടുവന്ന ഫലങ്ങൾ ഏതെല്ലാം? ഉത്തരം മുന്തിരിക്കുല, അത്തിപ്പഴം, മാതളപ്പഴം. സംഖ്യാപുസ്തകം 13:23. ക്വസ്റ്റ്യൻ യഹോവയ്ക്ക് പണിയുന്ന യാഗപീഠം ഏത് കല്ലുകൊണ്ടാണ് പണിയേണ്ടത്? ഉത്തരം ചെത്താത്ത കല്ലുകൊണ്ട്. ആവർത്തന പുസ്തകം 27:6. ക്വസ്റ്റ്യൻ വിട്ടോടുവാൻ പൗലോസ് പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ. ഉത്തരം 1 വിഗ്രഹാരാധന, 2 ദുർനടപ്പ്, 3 ദ്രവ്യാഗ്രഹം. ക്വസ്റ്റ്യൻ എന്തിന് തർക്കം ഏതുമില്ല? ഉത്തരം ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന്. എബ്രായർ 7:7. ക്വസ്റ്റ്യൻ പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടിയ ക്രിസ്തുയേശുവിൻ്റെ ദാസൻ. ഉത്തരം എപ്പഫ്രാസ്. കൊലോസ്യർ 4:12. ക്വസ്റ്റ്യൻ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്തവനോട് കുശലം പറയുന്നവൻ എന്തിന് കൂട്ടാളിയാകുന്നു? ഉത്തരം അവൻ്റെ ദുഷ്പ്രവൃത്തികൾക്ക്. 2 യോഹന്നാൻ 1:11. ക്വസ്റ്റ്യൻ തീർച്ചയ്ക്ക് വേണ്ടുന്ന ബുദ്ധി എന്താണ്? ഉത്തരം വിനയബുദ്ധി. 1 പത്രോസ് 3:8. ക്വസ്റ്റ്യൻ യഹോവ പാറിപ്പോകുന്ന താളടി പോലെ ആക്കിക്കളയുന്നു. എന്തിനെ? ഉത്തരം രാജാക്കന്മാരുടെ വില്ലിനെ. യെശയ്യാവ് 41:2. ക്വസ്റ്റ്യൻ പത്രോസ് തൻ്റെ ലേഖനങ്ങളിലൂടെ ഉണർത്തുന്നത് എന്താണ്? ഉത്തരം പരമാർത്ഥ മനസ്സ്. 2 പത്രോസ് 3:2. ക്വസ്റ്റ്യൻ അയ്യോ പാപമുള്ള ജാതി. ആരാണിത് പറഞ്ഞത്? ഉത്തരം യെശയ്യാവ്. യെശയ്യാവ് 1:4. ക്വസ്റ്റ്യൻ അത്യന്തം ജ്ഞാനമുള്ള ജീവികൾ. ഉത്തരം ഉറുമ്പ്, കുഴിമുയൽ, വെട്ടുക്കിളി, പല്ലി. സദൃശവാക്യങ്ങൾ 30:20-28. ക്വസ്റ്റ്യൻ കൊലത്താഴ്വര എന്ന പേര് വരുമെന്ന് ഇരമ്യാവ് പറഞ്ഞ താഴ്വര ഏതാണ്? ഉത്തരം ബെൻഹിന്നോം താഴ്വര. ഇരമ്യാവ് 19:6. ക്വസ്റ്റ്യൻ സിമ്രി മരിച്ചത് എങ്ങനെ? ഉത്തരം സ്വന്തം രാജധാനിക്ക് തീ വെച്ച് അതിൽ കിടന്ന്. 1 രാജാക്കന്മാർ 16:18. ക്വസ്റ്റ്യൻ കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതാര്? ഉത്തരം പൗലോസും സോരിലെ ശിഷ്യന്മാരും. അപ്പോസ്തലപ്രവൃത്തികൾ 21:6. ക്വസ്റ്റ്യൻ കിളിവാതിൽ തുറന്ന് അസ്ത്രം എയ്ത രാജാവ്. ഉത്തരം യോവാഷ്.
2 രാജാക്കന്മാർ 13:17. ക്വസ്റ്റ്യൻ: യഹോവ മിസ്രയീമിൽ ചെയ്ത മഹാപ്രവൃത്തി കണ്ട് യഹോവയെ ഭയപ്പെട്ടത് ആര്? ഉത്തരം: ഇസ്രായേൽ ജനം. പുറപ്പാട് 14:31. ക്വസ്റ്റ്യൻ: ശെമയ്യാവ് കൈക്കൂലി വാങ്ങിയിട്ട് ചെയ്തത് എന്താണ്? ഉത്തരം: കള്ളപ്രവചനം നടത്തി. നെഹമ്യാവ് 6:10. ക്വസ്റ്റ്യൻ: യൗവനക്കാരുടെ പ്രശംസ എന്ത്? ഉത്തരം: ശക്തി. സദൃശവാക്യങ്ങൾ 20:29. ക്വസ്റ്റ്യൻ: ആരുടെ ഗൃഹത്തിലുള്ളവർക്കാണ് രാജ്യത്വം വഹിപ്പാൻ ശക്തിയില്ലാതെയിരുന്നത്? ഉത്തരം: അഹസ്യാവിന്റെ. 2 ദിനവൃത്താന്തം 22:9. ക്വസ്റ്റ്യൻ: ശൂന്യവും നിർജ്ജന പ്രദേശവും ആകാതിരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുവാൻ പറഞ്ഞിരിക്കുന്നത് ആരോട്? ഉത്തരം: യെരുശലേമിനോട്. യിരെമ്യാവ് 6:8. ക്വസ്റ്റ്യൻ: സകലത്തിനും പ്രയോജനകരമാകുന്നത് എന്ത്? ഉത്തരം: ദൈവഭക്തി. 1 തിമോഥെയോസ് 4:8. ക്വസ്റ്റ്യൻ: പ്രാപ്തിയുള്ളതുപോലെ കൊടുത്താൽ ലഭിക്കുന്നതെന്താണ്? ഉത്തരം: ദൈവപ്രസാദം. 2 കൊരിന്ത്യർ 8:12. ക്വസ്റ്റ്യൻ: ഭക്തി കെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ എത്ര പേരോടുകൂടെ ദൈവം പാലിച്ചു? ഉത്തരം: 7. 2 പത്രോസ് 2:5. ക്വസ്റ്റ്യൻ: ആരെല്ലാം എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും? ഉത്തരം: കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും. മർക്കോസ് 13:22. ക്വസ്റ്റ്യൻ: ദുരാഗ്രഹികളുടെ കൂട്ടത്തെ കുഴിച്ചിട്ട സ്ഥലത്തിന് ലഭിച്ച പേരെന്ത്? ഉത്തരം: കിബ്രോത്ത് ഹത്താവ. സംഖ്യാപുസ്തകം 11:34. ക്വസ്റ്റ്യൻ: യേഹൂവിന്റെ പടനായകൻ? ഉത്തരം: ബിദ്കാർ. 2 രാജാക്കന്മാർ 9:25. താങ്ക്സ് ഫോർ വാച്ചിങ്.